الحمد لله إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونتوب إليه. الحمد لله الذي أنزل عبده الكتاب ولم يجعل له عوجا. الحمد لله الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. هو الذي متم نوره ولو كره الكافرون. الصلاة والسلام على من لا نبي بعده وسيد الأولين والآخرين وخاتم الأنبياء والمرسلين وزعيم المتقين وإمام المسلمين وقائد المؤمنين الذي أدى الأمانة ونصح الأمة وبلغ الرسالة وجاهد في الله حق جهاده. كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. قال الله تعالى في قرآنه الكريم: وَلَتَجِدَنَّهُمْ أَحْرَصَ النَّاسِ عَلَى حَيَاةٍ وَمِنَ الَّذِينَ أَشْرَكُوا يود أحدهم لو يعمر 1000 سنة وما هو بمزحزحه من العذاب أن يعمر والله بصير بما يعملون. صدق الله العلي العظيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പാലിച്ച് മുത്തഖീങ്ങളായി ചിട്ടയോടെ ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കുന്നു, വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തഖീങ്ങളിൽ ഉൾപ്പെടാൻ നാം ഏവരെയും പ്രത്യേകമായി അനുഗ്രഹിക്കുമാറാകട്ടെ. സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങൾ വിട്ടുപുറത്തു മാപ്പാക്കി നൽകുമാറാകട്ടെ. ജന്നാത്തുൽ ഫിർദൗസിലും ഇതുപോലെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ റമളാനിലേക്ക് അള്ളാഹു നമ്മെ എത്തിക്കുമാറാകട്ടെ. ആ മാസം ഉപകാരപ്പെടുന്നവരിൽ അള്ളാഹു നമ്മെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. വാർത്താമാധ്യമങ്ങളിൽ ഇപ്പോഴും ഫലസ്തീൻ വലിയ ചർച്ചയാണ്. വെടിനിർത്തൽ ചർച്ചകൾക്ക് ശേഷവും ഹമാസും ഫലസ്തീനും ഗസയുമൊക്കെ വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ കുറച്ച് ലോക കാര്യങ്ങൾ പറയുവാനാണ് ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ച് ഫലസ്തീനെ സംബന്ധിച്ച്, ഗസയെ സംബന്ധിച്ച്. നമ്മളൊക്കെ മനസ്സിലാക്കിയതുപോലെ 2023 ഒക്ടോബർ 7 തൂഫാനുൽ അഖ്സ സംഭവിക്കുന്നു.
വാർത്താ മാധ്യമങ്ങളിലൂടെ നമ്മളൊക്കെയും അത് മനസ്സിലാക്കിയതാണ്. ഹമാസ് ഇസ്രായേലിനെ ആക്രമിക്കുന്നു. തൂഫാനുൽ അഖ്സ എന്നാണ് അവർ അതിന് പേരിട്ടത്. 1195 പേർ കൊല്ലപ്പെടുന്നു. 251 പേരെ ബന്ദികളായി പിടിക്കുന്നു. പിന്നെ നാം കാണുന്നത് കഴിഞ്ഞ 15 മാസം നീണ്ടു നിന്ന ഏകപക്ഷീയമായ ജനുസൈഡ് അഥവാ വംശഹത്യയാണ്. മീഡിയകൾ പ്രചരിപ്പിച്ചു എല്ലാത്തിൻ്റെയും ഉത്തരവാദി ഹമാസാണ്. ഹമാസ് അങ്ങനെ ചെയ്തതിൻ്റെ അനന്തരഫലമാണ് ഫലസ്തീനികൾ അനുഭവിക്കുന്നത്. നമ്മളെ പോലെയുള്ള മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരും അങ്ങനെയൊക്കെ വിശ്വസിക്കാൻ നിർബന്ധിതരായി. മീഡിയകൾ അതാണ് കവർ ചെയ്തത്. ഞാനൊരു ഉദാഹരണം പറയാം. ഒരാൾ എന്നെ വന്ന് ആക്രമിക്കുന്നു. എൻ്റെ വീട്ടുകാരെയും പെണ്ണുങ്ങളെയും ആക്രമിക്കുന്നു. പല പ്രാവശ്യമായിട്ട് ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ക്ഷമയോടെ കയ്യും കെട്ടി ക്ഷമ പാലിച്ചുകൊണ്ട് സഹനം അവലംബിച്ചുകൊണ്ട് ഞാൻ നിൽക്കുന്നു. വീണ്ടും വീണ്ടും എന്നെ മർദ്ദിക്കുന്നു, പരിഹസിക്കുന്നു, ആക്ഷേപിക്കുന്നു. സ്ത്രീകളെയും കുട്ടികളെയും മാതാപിതാക്കളെയും ഒക്കെ ആക്രമിക്കുന്നു. മാസങ്ങൾ നീണ്ടുപോകുന്നു. അതൊന്നും വാർത്തയാകുന്നില്ല. പക്ഷേ സഹികെട്ടപ്പോൾ ഞാനൊന്ന് കൊടുത്തു. ശക്തമായ ഒരു പ്രഹരം ഞാൻ തിരിച്ചൊന്ന് കൊടുത്തു. മീഡിയകൾ അത് കവർ ചെയ്തു. എൻ്റെ പ്രത്യാക്രമണത്തെ ഭീകരവാദമെന്ന് അവർ ആഘോഷിച്ചു കൊണ്ടേയിരിക്കുന്നു. ഞാൻ കൊണ്ട അടികളോ ഞാൻ സഹിച്ച ത്യാഗമോ എനിക്കേറ്റ ആക്ഷേപങ്ങളോ വാർത്തയായില്ല. വാർത്തയായത് സഹികെട്ടപ്പോൾ ഞാനൊന്ന് കൊടുത്തതാണ്. ചുരുക്കി പറഞ്ഞാൽ ഹമാസിൻ്റെ തൂഫാനുൽ അഖ്സയെ നമുക്ക് അങ്ങനെ വേണം വിശേഷിപ്പിക്കാൻ. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇസ്രായേൽ എന്ന രാഷ്ട്രത്തിൻ്റെ രൂപീകരണമാണ് 1948 മെയ് മാസം 4-ാം തീയതി വൈകുന്നേരം 4 മണിക്കാണ് സയനിസ്റ്റ് തലവൻ ബെൻഗൂറിയൻ ഇസ്രായേൽ എന്ന രാഷ്ട്രത്തിൻ്റെ പ്രഖ്യാപനം നടത്തിയത്. 1948 മെയ് മാസം 4-ാം തീയതി, മെയ് മാസം 14-ാം തീയതി, ആ ഡേറ്റ് നമ്മൾ മറക്കരുത്. അതിനു മുമ്പ് ലോക ഭൂപടത്തിൽ ഇസ്രായേൽ എന്ന രാജ്യമില്ല, ഫലസ്തീൻ എന്ന രാജ്യമേ ഉള്ളൂ. 1948 മെയ് മാസം 14-ാം തീയതി സയനിസ്റ്റ് തലവൻ ബെൻഗൂറിയൻ വൈകുന്നേരം 4 മണിക്ക് ഇസ്രായേൽ എന്ന രാഷ്ട്രത്തിൻ്റെ പ്രഖ്യാപനം നടത്തി. വെറും 4 മിനിറ്റ് കഴിഞ്ഞുള്ളൂ. അപ്പോഴേക്കും അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ട്രൂമാൻ, അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നു. ഇസ്രായേൽ രാഷ്ട്രത്തെ ഞങ്ങൾ അംഗീകരിച്ചിരിക്കുന്നു. ഇവർ തമ്മിലുള്ള ആസൂത്രിതമായ നീക്കമായിരുന്നു. ഇന്നും അങ്ങനെ തന്നെയാണ്. ഇനി നമ്മൾ പരിശോധിക്കേണ്ടത് ഇസ്രായേൽ എന്ന രാഷ്ട്രം എങ്ങനെയാണ് രൂപീകൃതമായത്. ലോകത്തിന്റെ നാനാഭാഗത്ത് ചിന്നിച്ചിതറി ജീവിച്ചുകൊണ്ടിരുന്ന യഹൂദർ, അവർ പണ്ടേ ഒരു വാദം ഉയർത്തിയിരുന്നു. ഞങ്ങൾക്കൊരു രാജ്യം വേണം, ഞങ്ങളുടെ മതവിശ്വാസപ്രകാരം ഞങ്ങൾക്ക് ജീവിക്കാൻ മതകീയമായ ഒരു രാജ്യം ഞങ്ങൾക്ക് വേണം.
ആവശ്യം ന്യായമാണ്. നമുക്കങ്ങനെ വേണമെങ്കിൽ വാദിക്കാം. ശരി, ലോകത്തെല്ലാവർക്കും രാജ്യമുണ്ട്, അവർക്കും രാജ്യം വേണം. അവരുടെ വിശ്വാസപ്രകാരം അവർക്ക് ജീവിക്കാനായിട്ട് രാജ്യം വേണം. അവർ വാദഗതി ഉന്നയിച്ചുകൊണ്ടേയിരുന്നു. രാജ്യം വേണം എന്നത് അംഗീകരിക്കാവുന്ന ഒരു വാദമാണ്. പക്ഷേ ആ രാജ്യം എങ്ങനെ, ഏത് രൂപത്തിൽ, എവിടെ, അവിടെയാണ് പ്രശ്നമായത്. ഫലസ്തീൻ തെരഞ്ഞെടുത്തു. ബ്രിട്ടന്റെ ചതി, ആ ചരിത്രമൊക്കെ നിങ്ങൾ പഠിക്കേണ്ടതാണ്. ഫലസ്തീനിൽ, ആ നാട്ടിൽ നൂറ്റാണ്ടുകളായി ജനിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുന്ന നാട്ടുകാരെ ആട്ടിയോടിക്കുകയാണ്. ഫലസ്തീൻ ഗ്രാമങ്ങളിലേക്ക് തോക്കുകളുമായി വന്ന്, വടികളുമായി വന്ന് സയണിസ്റ്റ് ഭീകരവാദികൾ ഫലസ്തീനികളെ ആട്ടിയോടിക്കുന്നു. ഒരു ദിവസം അവർ താമസിക്കുന്ന വീട്ടിലേക്ക് കയറി വന്നിട്ട് ഇവിടെ നിന്ന് ഇറങ്ങി പോകണം, ഇത് ഞങ്ങളുടേതാണെന്ന് പറയുന്നു. ആര്? എവിടെന്നോ കയറി വന്നവർ. സ്വന്തം വീട്, അവര് നട്ടു വളർത്തിയ ഒലീവ് മരങ്ങൾ, ഒലീവ് തോട്ടങ്ങൾ എല്ലാം ഉപേക്ഷിച്ച് ലക്ഷക്കണക്കിന് ഫലസ്തീനികൾ പലായനം ചെയ്തു. ഇന്നത് ജൂത കോളനികളായി മാറിയിരിക്കുന്നു. 1948 മുമ്പ് നടന്ന ഈ കുടിയൊഴിപ്പിക്കൽ, ആ ഒരു ചരിത്രം നമ്മളൊക്കെ പരിശോധിക്കേണ്ടതും പഠിക്കേണ്ടതുമാണ്. 2 പ്രാവശ്യം ഫലസ്തീൻ മണ്ണിൽ കാലുകുത്തുവാൻ ഈ ഉള്ളവന് സൗഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. കുടിയൊഴിപ്പിക്കപ്പെട്ട ഫലസ്തീനികളുടെ വീടുകളിൽ ഇപ്പോൾ താമസിക്കുന്നത് യഹൂദരാണ്. അധിനിവേശമാണ് നടത്തിയത്. ഈ ഫലസ്തീനികൾ ജോർദാനിലേക്ക് പോയി, കുറച്ചുപേര് ഈജിപ്തിലേക്ക് പോയി, കുറച്ചുപേര് സൗദി അറേബ്യ, അവിടേക്ക് പോയിട്ട് ഇപ്പോൾ അഭയാർത്ഥികളായി താമസിക്കുന്നു. ജന്മനാട്ടിലേക്ക് തിരിച്ചു പോകാനുള്ള ആഗ്രഹം, ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട ഒലീവ് തോട്ടങ്ങൾ അത് ഞങ്ങളുടേതാണ്, ഞങ്ങൾക്ക് തിരിച്ചു തരൂ. ഞങ്ങളുടെ ആകാശം, ഞങ്ങളുടെ ഭൂമി ഞങ്ങൾക്ക് തിരിച്ചു തരൂ. ന്യായമായ ആവശ്യമാണ്. പോകാതെ പോരാടി നിന്നവരെ വെടിവെച്ചു കൊന്നു. ഇങ്ങനെയാണ് ഇസ്രായേൽ എന്ന രാജ്യമുണ്ടായത്. എല്ലാവരും അംഗീകരിച്ച് പൂർണ്ണമായ തൃപ്തിയോടെ സ്ഥാപിതമായ രാജ്യമല്ല ഇസ്രായേൽ. പാവപ്പെട്ട സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും ഗ്രാമവാസികളെയും ആട്ടിയോടിച്ച് അവരുടെ ഭൂമി കട്ടെടുത്ത് അങ്ങനെ രൂപീകൃതമായ രാജ്യമാണ് ഇസ്രായേൽ. പിന്നീട് അവർ വെട്ടിപ്പിടിക്കാൻ തുടങ്ങി. കിട്ടിയത് പോരാ, അവർ പിന്നെയും വെട്ടിപ്പിടിക്കാൻ തുടങ്ങി. ഇസ്രായേലിന്റെ അതിർവരമ്പ് എവിടെയാണ്? ഇസ്രായേലിന്റെ അതിർത്തി ഇല്ല. അതിർത്തിയില്ലാത്ത രാജ്യം. സത്യവിശ്വാസികളുടെ, മുസ്ലിങ്ങളുടെ വിശുദ്ധ മണ്ണ് ബൈത്തുൽ മഖ്ദിസ്, അവിടെയുള്ള മസ്ജിദുൽ അഖ്സ, അത് പിടിച്ചടക്കും എന്ന ഭീഷണി മുഴക്കാൻ തുടങ്ങി. ജെറൂസലം കേന്ദ്രമാക്കി, തലസ്ഥാനമാക്കി രാജ്യം നിർമ്മിക്കും എന്ന ഭീഷണിയായി. അറബ് ഭരണകൂടം ഫലസ്തീൻ രാഷ്ട്രത്തിന് വേണ്ടി വാദിക്കുകയും അറബികൾ, ആ കാലഘട്ടത്തിലെ അറബികൾ ഈജിപ്തിന്റെ നേതൃത്വത്തിൽ ഒരു വലിയ സൈന്യത്തെ സംഘടിപ്പിച്ചുകൊണ്ട് ഇസ്രായേലിനെതിരെ യുദ്ധം നടത്തുകയുണ്ടായി. 1960-കളിൽ ആ യുദ്ധം പരാജയപ്പെട്ടു. അതോടെ അറബികൾ ഏതാണ്ട് പിൻവാങ്ങി. എന്നു മാത്രമല്ല, പിന്നീട് നാം കാണുന്നത് അറബ് തമ്പുരാക്കന്മാർ മുട്ടിലിഴയുന്ന ഒരു കാഴ്ചയാണ്. പിന്നീട് ഇസ്രായേൽ യഹൂദരെ നമ്മൾ കാണുന്നത് അഹങ്കാരത്തിന്റെ, നിഗളിപ്പിന്റെ ഒരു പ്രത്യേകമായ രൂപഭാവങ്ങളാണ്.
ഞങ്ങൾ ഖത്തൽന അൽ മുഹമ്മദ്, ഞങ്ങൾ മുഹമ്മദിനെ കൊന്നു. ഖത്തൽന അൽ ഇസ്ലാമിയ്യ, ഞങ്ങൾ ഇസ്ലാമിനെ കുഴിച്ചുമൂടി എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് മസ്ജിദുൽ അഖ്സയ്ക്ക് ചുറ്റും ആഹ്ലാദത്തിന്റെ അഹങ്കാരത്തിന്റെ നൃത്തം ചവിട്ടുന്ന യഹൂദരെയാണ് പിന്നെ ലോകം കണ്ടത്. ഇത് അറബികളെ വല്ലാതെ പ്രയാസത്തിലാക്കി. തല ഉയർത്തി നടക്കാൻ പോലും കഴിയാത്ത ജാള്യതയിലേക്ക്, അധമത്വത്തിലേക്ക് മുസ്ലിങ്ങളെ തള്ളിവിട്ടു. യഹൂദർ നിഗളിപ്പും അഹങ്കാരവും ശക്തിപ്പെടുത്തി. ഞങ്ങൾ മുഹമ്മദിനെ കൊന്നു. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോടുള്ള ആ വിരോധം പച്ചയായി പ്രകടിപ്പിച്ചു. ഇസ്ലാമിനെ കുഴിച്ചുമൂടി. ഇനി ഞങ്ങൾക്കെതിരെ കൈ ചൂണ്ടാൻ മുസ്ലിം സമുദായത്തിൽ ആരുമില്ല എന്ന അഹങ്കാരത്തിൽ ഇസ്രായേൽ എത്തിച്ചേർന്നു. മസ്ജിദുൽ അഖ്സയിൽ അവർ പ്രവേശിച്ചു, മലിനപ്പെടുത്തി. ഇതെല്ലാം നോക്കി നിൽക്കാനേ അറബ് ലോകത്തിന് കഴിഞ്ഞുള്ളൂ. കാരണം അവർക്ക് ഇസ്രായേലിന്റെ വലിയ സൈന്യത്തോട് ഏറ്റുമുട്ടാൻ ശേഷിയുണ്ടായിരുന്നില്ല. ഈ സന്ദർഭത്തിലാണ് ഇൻതിഫാദ, ഉയർത്തെഴുന്നേൽപ്പ്. ഫലസ്തീന്റെ അകത്തുനിന്ന് ഒരു ഉയർത്തെഴുന്നേൽപ്പ് നമ്മൾ കാണുന്നത്. മരിക്കാൻ പേടിയില്ലാത്ത, ജീവിക്കാൻ കൊതിയില്ലാത്ത, ജന്മനാടിനു വേണ്ടി രക്തസാക്ഷിയാകാൻ ആഗ്രഹിച്ചുകൊണ്ട് ഖുദ്സിന്റെ വിമോചനം, ഫലസ്തീന്റെ വിമോചനം, ഞങ്ങളുടെ മണ്ണ്, ഞങ്ങൾ ജനിച്ച മണ്ണ് ഞങ്ങളുടേത്, അധിനിവേശ സൈന്യം, അധിനിവേശ ജനത നാടുവിട്ട് പോകണം എന്ന സന്ദേശവുമായി ഒരു പ്രസ്ഥാനം ജന്മം കൊള്ളുന്നു. ആ പ്രസ്ഥാനത്തിന്റെ പേരാണ് ഹമാസ്. 1987. ഹമാസ് എന്നതൊരു ചുരുക്കപ്പേരാണ്. അതിന്റെ മുഴുവൻ പേര് ഹറഖത്തുൽ മുഖാവമത്തുൽ ഇസ്ലാമിയ്യ. അതിന്റെ അർത്ഥം ഇസ്ലാമിക് റെസിസ്റ്റൻസ് മൂവ്മെന്റ് എന്നാണ്. ഇസ്ലാമിക് റെസിസ്റ്റൻസ് മൂവ്മെന്റ്, ഹറഖത്തുൽ മുഖാവമത്തുൽ ഇസ്ലാമിയ്യ. 1987 ഇൻതിഫാദ, ഒന്നാം ഇൻതിഫാദ അഥവാ ഉയർത്തെഴുന്നേൽപ്പ്. ഫലസ്തീൻ ജനതയുടെ ഉള്ളിൽ ഞങ്ങൾക്ക് അറബികളുടെ സഹായം വേണ്ട, ഞങ്ങളെ ആരും സഹായിക്കേണ്ടതില്ല, ഞങ്ങളുടെ രാജ്യത്തെ വിമോചിപ്പിക്കാൻ ഞങ്ങൾക്ക് സാധിക്കും, അതിനു വേണ്ട ഏത് സാങ്കേതികമായ കഴിവും ഞങ്ങൾ നേടിയെടുത്തുകൊള്ളാം, ആരുടെയും മുന്നിൽ തലകുനിക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന മെസ്സേജുമായിട്ടാണ് ഒന്നാം ഇൻതിഫാദ, ഒന്നാം ഉയർത്തെഴുന്നേൽപ്പിൽ ഹമാസ് രംഗത്തേക്ക് വരുന്നത്. ആരാണ് ഹമാസിന്റെ ബുദ്ധികേന്ദ്രം, അല്ലെങ്കിൽ ഹമാസിനെ രൂപീകരിക്കുവാൻ നേതൃനിരയിൽ നിന്നുകൊണ്ട് ആശയത്തെ രൂപപ്പെടുത്തിയത് ആരാണ്? അരയ്ക്ക് കീപ്പോട്ട് ചലിപ്പിക്കാൻ കഴിയാത്ത ഒരു മനുഷ്യൻ, വീൽ ചെയറിൽ മാത്രം സഞ്ചരിക്കുന്ന ഒരു മനുഷ്യൻ. അദ്ദേഹത്തിന്റെ പേര് അഹമ്മദ് യാസീൻ എന്നാണ്. അദ്ദേഹം ഒരു മതപണ്ഡിതൻ, ഒരു സ്കോളർ. അദ്ദേഹം മതപണ്ഡിതൻ മാത്രമല്ല, ഫലസ്തീനിലെ ബുദ്ധി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഗസയിലെ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ ശില്പിയാണ് അദ്ദേഹം. അരയ്ക്ക് കീപ്പോട്ട്, ചലനശേഷിയില്ലാത്ത വീൽ ചെയറിൽ മാത്രം സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു മതപണ്ഡിതൻ രൂപം കൊടുത്ത ഒരു പ്രസ്ഥാനമാണ് ഹമാസ്. അദ്ദേഹം സുബഹ് നമസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരുമായിട്ട് വരുന്നു. സുബഹ് നമസ്കാരം കഴിഞ്ഞ് പുറത്തേക്കിറങ്ങുന്നു. 2004 മാർച്ച് 22 സുബഹ് നമസ്കാരം കഴിഞ്ഞ് പുറത്തേക്കിറങ്ങുന്നു. ആ സമയത്ത് ആകാശത്ത് ബോംബർ വിമാനങ്ങൾ, ഇസ്രായേലിന്റെ, അദ്ദേഹത്തിന്റെ അംഗരക്ഷകർ പറഞ്ഞു, താങ്കളെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് വരുന്നത്, അതുകൊണ്ട് പള്ളിയുടെ അകത്തേക്ക് തന്നെ പ്രവേശിക്കാം. ഈ സന്ദർഭത്തിൽ അദ്ദേഹം കൊടുത്ത മറുപടി എന്താ? ഞാൻ അവരെ കാത്തിരിക്കുന്നു, ഞാൻ അവരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. രക്തസാക്ഷിത്വം ആഗ്രഹിച്ചുകൊണ്ട് 5 നേരവും
അള്ളാഹുവോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു, രക്തസാക്ഷിയാക്കണേ. ഇസ്രായേലിന്റെ ബോംബർ വിമാനങ്ങളെ ഞാൻ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. അള്ളാഹു എന്റെ മരണത്തെ നിർണയിച്ചിട്ടുണ്ടെങ്കിൽ എന്നെ രക്ഷപ്പെടുത്താൻ ആർക്കും സാധ്യമല്ല. അള്ളാഹു എന്നെ രക്ഷിക്കാനാണ് തീരുമാനിച്ചതെങ്കിൽ എന്നെ കൊല്ലുവാൻ ആർക്കും സാധ്യമല്ല. കടുത്ത വിശ്വാസത്തിന്റെ വാക്കുകൾ അദ്ദേഹം പറഞ്ഞു. പുറത്തേക്കിറങ്ങി. ഇസ്രായേൽ ബോംബർ വിമാനങ്ങൾക്ക് ലക്ഷ്യം തെറ്റിയില്ല. ഹമാസിന്റെ സ്ഥാപകൻ അദ്ദേഹത്തിന്റെ അംഗരക്ഷകരും പൊട്ടിച്ചിതറി, രക്തസാക്ഷിയാണ്. ഇസ്രായേൽ തീരുമാനമെടുത്തിരുന്നു, ഹമാസിന്റെ നേതാക്കന്മാരെ ഓരോന്നോരോന്നായി കൊന്നൊടുക്കും. അങ്ങനെ ഹമാസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ തുടച്ചു നീക്കും. ഇത് ഇസ്രായേലിന്റെ തീരുമാനമായിരുന്നു. ആ തീരുമാനം അവർ നടപ്പിൽ വരുത്താൻ തുടങ്ങി. അഹ്മദ് യാസീൻ കൊല്ലപ്പെട്ടു. നമുക്കറിയാലോ, നേതാക്കന്മാർ കൊല്ലപ്പെട്ടാൽ പിന്നെ ആ പ്രസ്ഥാനങ്ങൾ ഇവിടെ അവശേഷിക്കാറില്ല. ഉസാമ ബിൻ ലാദൻ കൊല്ലപ്പെട്ടു. അൽ ഖ്വയ്ദ ഇവിടെ. പുലി പ്രഭാകരൻ കൊല്ലപ്പെട്ടു. LTTE എവിടെ? വീരപ്പൻ കൊല്ലപ്പെട്ടു. ആ പ്രസ്ഥാനം, അതിന്റെ കരിഷ്മയുള്ള നേതാവ് കൊല്ലപ്പെട്ടാൽ പിന്നെ ആ പ്രസ്ഥാനം നാമാവശേഷമാകലാണ് പതിവ്. പക്ഷേ അഹ്മദ് യാസീൻ രക്തസാക്ഷിയായി. തൊട്ടടുത്ത് തന്നെ മറ്റൊരു ശ്രദ്ധേയനായ പണ്ഡിതൻ നേതൃത്വം ഏറ്റെടുക്കുന്നു. അദ്ദേഹത്തിന്റെ പേര് അബ്ദുൽ അസീസ് റൻതീസി എന്നാണ്. 2004 മാർച്ച് 22 അഹ്മദ് യാസീൻ രക്തസാക്ഷിയായത്. റൻതീസി സ്ഥാനമേറ്റെടുത്തു. 2004 ഏപ്രിൽ 17 അദ്ദേഹവും കൊല്ലപ്പെട്ടു. മാസങ്ങൾ മാത്രമേ ആ നേതൃത്വത്തിന് ആയുസ്സുണ്ടായുള്ളൂ. തെരഞ്ഞു പിടിച്ചു കൊല്ലാൻ തുടങ്ങി. ആരെ? ഇസ്രായേൽ മൊസാദിന്റെ ചാര സംഘടന ഹമാസിന്റെ നേതാക്കന്മാരെ തെരഞ്ഞു പിടിച്ചു. റൻതീസി രക്തസാക്ഷിയായി. ഖാലിദ് മിഷ്അൽ നേതൃത്വം ഏറ്റെടുത്തു. ഖാലിദ് മിഷ്അൽ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. ഹമാസിന്റെ വിദേശകാര്യ സെക്രട്ടറിയായി ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. പക്ഷേ ഖാലിദ് മിഷ്അലിനെ അവർ കൊല്ലാൻ ശ്രമിച്ചു. ജോർദാന്റെ തലസ്ഥാനമായ അമ്മാനിൽ വച്ച് അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് വിഷവാതകം തളിച്ച് അതിഭീകരമായി അദ്ദേഹത്തെ കൊല്ലാൻ ശ്രമിച്ചു. പക്ഷേ അള്ളാഹുവിന്റെ സഹായത്താൽ അദ്ദേഹം ഇപ്പോഴും ജീവിച്ചിരിക്കുകയാണ്. പിന്നീട് തെരഞ്ഞെടുപ്പിലൂടെ ഇസ്മായിൽ ഹനിയ അടുത്ത നേതാവായി രംഗത്ത് വന്നു. തൂഫാനുൽ അഖ്സയ്ക്ക് ശേഷം നമ്മൾ കണ്ടല്ലോ, 2024 തെഹ്റാനിൽ വച്ച്, ഇറാനിൽ വച്ച് താമസിക്കുന്ന മുറിയിലേക്ക് ബോംബർ വിമാനങ്ങളിൽ നിന്ന് ബോംബ് വന്ന് പൊട്ടിത്തെറിച്ച് ഇസ്മായിൽ ഹനിയ അദ്ദേഹവും രക്തസാക്ഷിയായി. ഇസ്മായിൽ ഹനിയ ആരായിരുന്നു? പ്രഗത്ഭനായ പണ്ഡിതൻ, നല്ല ഖാരി. അദ്ദേഹത്തിന്റെ ഖുർആൻ പാരായണം കേട്ടാൽ നമ്മുടെ രോമകൂപങ്ങളൊക്കെ എഴുന്നേറ്റ് നിൽക്കും. അത്രയ്ക്ക് മനോഹരമായി ഭക്തിയോടെ വിശുദ്ധ ഖുർആന്റെ അദ്ദേഹത്തിന്റെ ആ പാരായണം കേട്ടാൽ. അദ്ദേഹം ഒരു ഹാഫിളായിരുന്നു, ഒരു പണ്ഡിതനായിരുന്നു. അദ്ദേഹത്തെയും വകവരുത്തി. എന്നിട്ട് ഹമാസ് തകർന്നു. ഏറ്റവും അവസാനം യഹ്യ സിൻവർ നമ്മൾ കണ്ടല്ലോ, പോരാട്ട ഭൂമിയിൽ പോരാടിക്കൊണ്ടിരിക്കെ 63 വയസ്സ് പ്രായമുള്ള അദ്ദേഹവും ഏറ്റവും അവസാനം രക്തസാക്ഷിയായി. അപ്പോൾ ഒരു നിര തന്നെ രക്തസാക്ഷിയായിട്ടുണ്ട്. എന്നിട്ടും ഹമാസ് കഴിഞ്ഞ 15 മാസമായി നടക്കുന്ന ഈ യുദ്ധമുണ്ടല്ലോ, ആ അതിനെ യുദ്ധമെന്ന് വിശേഷിപ്പിക്കാൻ പറ്റുമോ? തൂഫാനുൽ അഖ്സയ്ക്ക് ശേഷം നടക്കുന്ന യുദ്ധത്തെ യുദ്ധമെന്ന് വിശേഷിപ്പിക്കാൻ പറ്റില്ല. ഞാൻ ആദ്യം പറഞ്ഞു, അത് ജനുസൈഡാണ്, അത് വംശഹത്യയാണ്. യുദ്ധം എന്ന് പറഞ്ഞാൽ എന്താ? നേർക്ക് നേരെയുള്ള പോരാട്ടമാണ് യുദ്ധം. ഇത് സ്ത്രീകളെയും കുട്ടികളെയും വിദ്യാലയങ്ങൾ, ആശുപത്രികളൊക്കെ ബോംബിട്ട് തകർക്കുന്ന ഏകപക്ഷീയമായ വംശഹത്യയാണ് നടന്നത്. ആ വംശഹത്യയിൽ കൊല്ലപ്പെട്ടത് ബഹുഭൂരിപക്ഷവും കുട്ടികളാണ്, സ്ത്രീകളാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ,
യുദ്ധത്തിന് പോകുന്ന പട്ടാളക്കാരോട് അദ്ദേഹം പറഞ്ഞു, കുട്ടികളെ കൊല്ലരുത്, സ്ത്രീകളെ നിങ്ങൾ അപമാനിക്കരുത്, കൊല്ലരുത്, വൃക്ഷത്തൈകളെ ഫലവൃക്ഷങ്ങളെ ഒന്നും നശിപ്പിക്കരുത്, ജനങ്ങൾ വെള്ളം കുടിക്കുന്ന ജലാശയങ്ങളെ മലിനപ്പെടുത്തരുത്, നിങ്ങളോട് പോരാടുവാൻ വരുന്ന പട്ടാളക്കാർക്കെതിരെ മാത്രമേ യുദ്ധം ചെയ്യാവൂ എന്ന കർക്കശമായ നിർദ്ദേശം റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ യുദ്ധത്തിന് പോകുന്ന പട്ടാളക്കാർക്ക് നൽകിയിരുന്നു. കുട്ടികളെ കൊല്ലരുത്, കർക്കശമായ നിർദ്ദേശമാണ് കൊടുത്തത്. ഒരു യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരവേ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ യുദ്ധത്തെ നിരൂപണം ചെയ്തുകൊണ്ടിരിക്കെ ഒരു സഹാബി പറഞ്ഞ്, യുദ്ധത്തിൽ കുറെ കുട്ടികൾ ഇന്ന് മരിച്ചിട്ടുണ്ട്. റസൂലിന്റെ മുഖം ചുവന്നു, പൊട്ടിക്കരയാൻ തുടങ്ങി. സഹാബി പറഞ്ഞു, റസൂലെ, നമ്മുടെ മക്കളല്ല, ശത്രുക്കളുടെ മക്കളാണ്. ആ സമയത്ത് റസൂല് കൊടുത്ത മറുപടി, നിഷ്കളങ്കരാണവർ, അവരെ ആക്രമിക്കാനേ പാടില്ല. എന്നെ വല്ലാതെ വേദനിപ്പിക്കുന്നു. ഇവിടെ നമ്മൾ കണ്ടതെന്താ? നമ്മളൊക്കെ വാർത്താ മാധ്യമങ്ങളിലൂടെ എല്ലാം കണ്ടതല്ലേ? കൊല്ലപ്പെട്ടത് മുഴുവൻ കുട്ടികളാണ്, അതും പിഞ്ചു കുട്ടികൾ. ഇത് യുദ്ധമാണോ? അല്ല, ഇത് വംശഹത്യ, ഏകപക്ഷീയമായ വംശഹത്യ. ഈ യുദ്ധത്തെ നിരൂപണം ചെയ്തുകൊണ്ട് പത്രമാധ്യമങ്ങൾ പറയുന്ന വാർത്തകൾ, അത് ഏത് പത്രമാധ്യമങ്ങൾ? ഇസ്രായേലിന്റെ ഔദ്യോഗികമായ പത്രമാധ്യമങ്ങൾ പറയുന്ന വാർത്തയുണ്ട്. യുദ്ധത്തിന് മുന്നോടിയായിട്ട് നെതന്യാഹു പറഞ്ഞ വാദം എന്തായിരുന്നു? ഞങ്ങൾ ഹമാസിനെ ഇല്ലാതാക്കും. ഹമാസിനെ ഇല്ലാതാക്കിയിട്ട് ഗസ്സയെ ഞങ്ങൾ ഏറ്റെടുക്കും. എന്നിട്ട് അവിടെ ഒരു പാവ ഗവൺമെന്റിനെ കൊണ്ടുവരും. ഞങ്ങൾ പറഞ്ഞാൽ കേൾക്കുന്ന, ഞങ്ങളെ അനുസരിക്കുന്ന ഒരു ഗവൺമെന്റിനെ കൊണ്ടുവരും. ഞങ്ങളുടെ ബന്ധികളെ ഒരു പോറൽ പോലും ഏൽക്കാതെ ഞങ്ങൾ മോചിപ്പിച്ചെടുക്കും. അങ്ങനെയാണ് യുദ്ധം ആരംഭിച്ചത്. 15 മാസം ബോംബിട്ട് തകർത്തിട്ടും ബന്ധികൾ എവിടെയെന്ന് കണ്ടെത്താൻ ഇസ്രായേലിന്റെ ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ സൈനിക സെറ്റപ്പിന് സാധിച്ചില്ല. ഇതെന്തൊരു അത്ഭുതം! മൊസാദ് എന്ന് പറയുന്നത് അതീവ ശേഷിയുള്ള ചാര സംഘടനയാണ്. എവിടെ എങ്ങനെ ആര് അനങ്ങിയാലും മൊസാദ് അറിയും. അള്ളാഹുവിനെ പോലെ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഖബീറായ, ബസീറായ, സൂക്ഷ്മമായിട്ട് കാര്യങ്ങളെ അറിയാൻ ശേഷിയുള്ള, സാങ്കേതിക തികവുള്ള ഒരു ചാര സംഘടനയാണ് മൊസാദ്. ആ മൊസാദിന് പോലും 251 ബന്ധികൾ എവിടെയെന്ന് കണ്ടെത്താൻ പറ്റിയില്ല. അത്ഭുതമല്ലേ? ഹമാസ് പോരാട്ട ഭൂമിയിൽ ഹമാസ് എവിടെയോ പോയി ഒളിച്ചു. അത് വെറും കിംവദന്തിയാണ്. ഹമാസ് പോരാട്ട ഭൂമിയിൽ ഹമാസിന്റെ ആയിരക്കണക്കിന് പട്ടാളക്കാർ രക്തസാക്ഷികളായിട്ടുണ്ട്. ഒരുപാട് നഷ്ടം ഹമാസിന് പറ്റിയിട്ടുണ്ട്. പത്രമാധ്യമങ്ങൾ, പ്രത്യേകിച്ച് ഇസ്രായേലി പത്രങ്ങൾ പ്രചരിപ്പിച്ചു. അത് ഏറ്റുപിടിച്ചു നമ്മുടെയും പത്രങ്ങൾ. എന്താ പ്രചരിപ്പിച്ചത്? ഹമാസ് ഓടി ഒളിച്ചു. ഈ വെന്തു മരിക്കുന്ന, പിടഞ്ഞു മരിക്കുന്ന ഫലസ്തീനികളുടെ മരണത്തിന് ഉത്തരവാദി ഹമാസ്. ഇസ്രായേലി പത്രങ്ങൾ വെണ്ടയ്ക്ക നിരത്തി അത് ഏറ്റുപിടിച്ചു നമ്മുടെയും പത്രങ്ങൾ. എല്ലാത്തിനും കാരണം ഹമാസ്. ഹമാസ് അങ്ങനെ ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കെ നമ്മൾ പിന്നെ കേൾക്കുന്ന ഒരു വാർത്ത എന്താ? നെതന്യാഹു യുദ്ധം നിർത്താനായിട്ട് സമ്മതിക്കുക. ആ സമ്മതിക്കുമ്പോൾ ആ ഒരു പശ്ചാത്തലം എന്താ? വെടിനിർത്തൽ കരാറ് സമ്മതിക്കുന്നു. ആരുമായിട്ട്? ഹമാസുമായിട്ട്. ഞങ്ങൾ വേരോടെ പിഴുതെറിയും എന്ന് പറഞ്ഞ ഹമാസുമായിട്ട്. ഹമാസ് ഇല്ലാത്ത ഗസയിലേക്ക് ഞാൻ വരും എന്ന് പ്രഖ്യാപിച്ച നെതന്യാഹുവിന് വരാൻ പറ്റിയോ? ഇല്ല. ബന്ധികളെ പിടിക്കാൻ പറ്റിയോ? ഇല്ല. അഥവാ യുദ്ധ ലക്ഷ്യങ്ങൾ ഒന്നും നേടിയെടുക്കാൻ പറ്റിയില്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? യുദ്ധത്തിൽ അവർ പരാജയപ്പെട്ടുവെന്നാണ്. യുദ്ധത്തിൽ ഇസ്രായേൽ പരാജയപ്പെട്ടു എന്ന് പറഞ്ഞത് അമേരിക്കൻ പത്രമാധ്യമങ്ങളാണ്. എന്താ പറഞ്ഞത്? ഇസ്രായേലി പത്രം ടൈംസ് ഓഫ് ഇസ്രായേൽ. അതിൽ
ഡേവിഡ് കെ റീസിന്റെ ലേഖനത്തിന്റെ തലക്കെട്ട് ഫോർ ദ ഫസ്റ്റ് ടൈം ഇസ്രായേൽ ജസ്റ്റ് ലോസ്റ്റ് വാർ എന്നാണ്. ആ തലക്കെട്ട് എങ്ങനെയാണ്? ആദ്യമായി ഇസ്രായേൽ ഒരു യുദ്ധത്തിൽ പരാജയപ്പെട്ടു. ഇതാരാ പറയുന്നത്? ടൈംസ് ഓഫ് ഇസ്രായേൽ, പ്രധാനപ്പെട്ട ഇസ്രായേലിലെ ഒരു പത്രമാണ്. അതിന്റെ ഹെഡിങ് ആണ്, ഡേവിഡ് കെ റീസിന്റെ ലേഖനത്തിന്റെ ഹെഡിങ് ആണ്, ഇതാദ്യമായി ഇസ്രായേൽ പരാജയപ്പെട്ടു. അത് മാത്രമാണോ? മൊസാദിന്റെ തലവനുണ്ട്, അദ്ദേഹം ആയിട്ടൊരു അഭിമുഖം നടക്കുന്നുണ്ട്. താമീർ പാർദോ മൊസാദിന്റെ മുൻ തലവനാണ്. ഇസ്രായേലിന്റെ ചാനൽ 12, പ്രമുഖ ചാനൽ, അതിൽ താമീർ പാർദോയുമായിട്ടൊരു അഭിമുഖമുണ്ട്. അതിൽ അദ്ദേഹം താമീർ പാർദോ പറയുന്നത് ജയിച്ചത് ഹമാസാണ്, തോറ്റത് ഇസ്രായേൽ. ഇത് ഞാനോ നിങ്ങളോ നടത്തിയ വിലയിരുത്തലല്ല, ഇത് ഇസ്രായേലിന്റെ പത്രമാധ്യമങ്ങൾ, മാത്രമല്ല ഹാരറ്റ്സ് പോലെയുള്ള ഇസ്രായേലിന്റെ ദേശീയ മാധ്യമങ്ങൾ വരെ തോറ്റു, നമ്മൾ ആദ്യമായി തോറ്റു, തല കുനിക്കേണ്ടി വരുന്നു എന്ന് പറയുന്നു. അത് മാത്രമാണോ? നിങ്ങൾ നോക്കൂ, ബന്ധികളെ കൈമാറിയ ആ ഒരു ശൈലി നിങ്ങളൊക്കെ ശ്രദ്ധിച്ചോ? സാധാരണ ബന്ധികളെ എങ്ങനെയാ കൈമാറുക? നമ്മൾ കേട്ടത് ഇപ്പൊ തന്നെ അമേരിക്കയിൽ നിന്ന് ഒഴിപ്പിച്ചു വിട്ട ഇന്ത്യക്കാർ വന്നിറങ്ങിയത് എങ്ങനെയാ? കയ്യും കാലും കൂട്ടിക്കെട്ടി ചങ്ങലക്കിട്ട്, അവരുടെ മുഖത്ത് ഒരു ചിരി പോലുമില്ല, തല കുനിച്ച്. അങ്ങനെ അമേരിക്കയുടെ സൈനിക വാഹനത്തിൽ അവരെ കയറ്റി ഇവിടെ കൊണ്ടുവന്ന് ഇറക്കി വിട്ടു. അതിന് പല കാരണങ്ങളുണ്ടാകാം. പക്ഷെ അവർ നിൽക്കുന്ന ഒരു ശൈലി കണ്ടോ? തല കുനിച്ച്, കൈയും കാലൊക്കെ വിലങ്ങു വച്ച്, ഏതോ കുറ്റവാളികളെ പിടികൂടി കയറ്റി വിടുന്ന പോലെ. പക്ഷേ ഹമാസ് ബന്ധികളെ കൈമാറിയത് ലോകം കണ്ടില്ലേ? ആ ബന്ധികൾ, അവരുടെ മുഖത്ത് സുഖജീവിതത്തിന്റെ പ്രസന്നതയുണ്ട്. 15 മാസം തടവറയിൽ കിടന്നതിന്റെ വേദനയോ ദുഃഖമോ ആ മുഖത്ത് പ്രകടമല്ല. സുഖമായി ജീവിച്ചതിന്റെ, ആഹ്ലാദത്തിന്റെ, സന്തോഷത്തിന്റെ ഹാവഭാവങ്ങളുമായിട്ടാണ് ബന്ദികൾ കൈവീശി ഹമാസിന്റെ നേതാക്കന്മാരോട്, ഫലസ്തീനികളോട് സലാം, അവരുടെ ഭാഷയിൽ സലാം പറഞ്ഞുകൊണ്ട് ചിരിച്ച് കളിച്ചാണ് വാഹനത്തിൽ കയറി അവർ പോയത്. ഇത് ഇസ്ലാമിന്റെ രീതിശാസ്ത്രമാണ്. ബന്ധികളോട് മാന്യമായി പെരുമാറൂ, ബന്ധികളെ ദ്രോഹിക്കാൻ പാടില്ല, ബന്ധികളുടെ അവകാശങ്ങൾ വകവച്ചു കൊടുക്കണമെന്ന ഇസ്ലാമിന്റെ പാഠമാണ് ലോകം കണ്ടത്. ഒരു തെറ്റോ കുറ്റമോ ഒരു അപവാദമോ ഫലസ്തീനിലെ ഹമാസിനെ കുറിച്ചോ അവർ പറഞ്ഞോ? ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയോ? ബന്ധികൾ ആരെങ്കിലും ഞങ്ങള് കൊടിയ മർദ്ദനം അനുഭവിച്ചു, ഞങ്ങളെ പീഡിപ്പിച്ചു, സ്ത്രീകൾ പറഞ്ഞോ ഞങ്ങളെ തൊട്ടു പിടിച്ചു, ഞങ്ങളെ അപമാനിച്ചു? മറിച്ച് അവരെന്താ പറഞ്ഞത്? ഇത്ര മാന്യമായ പെരുമാറ്റം. അത് ഇസ്ലാമിന്റെ മാന്യതയാണ്. അത് കാണിച്ചു കൊടുത്തു. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. അവിടെയും ഇസ്രായേൽ തോറ്റു. ഹമാസിന്റെ ജനപിന്തുണ വർദ്ധിച്ചു. അറബ് വികാരം ഹമാസിന്റെ ഒപ്പം. അറബ് ഭരണകൂടം ഓപ്പോസിറ്റ് ആണെങ്കിലും അറബ് വികാരം, ഈ അറബ് വികാരം ഹമാസിന്റെ ഒപ്പമായി. ഫലസ്തീന്റെ വിമോചനം സാധ്യമാണ് എന്ന് അപ്പോ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇസ്രായേൽ തലകുനിച്ചു. നെതന്യാഹുവിന് സ്വതന്ത്രമായി സഞ്ചരിക്കാൻ പോലും കഴിയാത്ത സാഹചര്യമുണ്ടായി. കാരണം 9 രാജ്യങ്ങൾ ഒരു ക്യാമ്പയിൻ നടത്തുന്നുണ്ട് ഇപ്പോ. ദ ഹെയ്റ്റ് ഗ്രൂപ്പ് എന്നാണ് പറയുന്നത്. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ, ആഫ്രിക്കൻ രാജ്യങ്ങൾ, ദ ഹെയ്റ്റ് ഗ്രൂപ്പ് ഇസ്രായേലിനെതിരെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി ICC, അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി നെതന്യാഹുവിനെ യുദ്ധ കുറ്റവാളിയായി പ്രഖ്യാപിച്ചു. നിസാര സംഭവമാണ് അത്. ആരാ പ്രഖ്യാപിച്ച? 124 രാജ്യങ്ങൾ ഒപ്പിട്ട ICC, ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട്. നെതന്യാഹു യുദ്ധ കുറ്റവാളി,
വാർ ക്രിമിനൽ ആയി പ്രഖ്യാപിച്ചു. അതുകൊണ്ട് നിങ്ങളിപ്പോ കഴിഞ്ഞ ദിവസം നെതന്യാഹു സഞ്ചരിച്ചത് കണ്ടു കാണും. എവിടേക്കാണ്? അമേരിക്കയിലേക്ക്, വാഷിങ്ടൺ. വിമാനമാർഗം പോയപ്പോൾ അദ്ദേഹം വളഞ്ഞ വഴികളിലൂടെയാണ് പോയത്. എന്തുകൊണ്ട് നേർക്ക് നേരെ പോയില്ല? മഗാരിബ് പത്രം, ഇസ്രായേലിലെ മഗാരിബ് പത്രം റിപ്പോർട്ട് ചെയ്യുന്നു, നെതന്യാഹു അമേരിക്കയിലേക്ക് പോയത് വളഞ്ഞ വഴിയിലൂടെ. എന്തുകൊണ്ട്? ICC രാജ്യങ്ങൾ, ആ രാജ്യങ്ങളുടെ വ്യോമാതിർത്തിയിലൂടെ സഞ്ചരിക്കാൻ പാടില്ല. കാരണം ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട്, അതിൽ അംഗരാജ്യങ്ങളായ ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ വായു മാർഗേണ അതിർത്തിയിലൂടെ നെതന്യാഹു പറഞ്ഞാൽ നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്യാനുള്ള അനുവാദം അവർക്കുണ്ട്. കാരണം ഇന്റർനാഷണൽ ക്രിമിനൽ കോടതി യുദ്ധ കുറ്റവാളിയായി പ്രഖ്യാപിച്ചാൽ ആ ICCയിൽ അംഗത്വമുള്ള 124 രാജ്യങ്ങൾക്ക് യുദ്ധ കുറ്റവാളിയായി പ്രഖ്യാപിക്കപ്പെട്ടയാളെ അറസ്റ്റ് ചെയ്യാനും ചോദ്യം ചെയ്യാനും അനുവാദമുണ്ട്. എങ്ങാനും ചോദ്യം ചെയ്യുമോ എന്ന് പേടിച്ചുകൊണ്ട് നെതന്യാഹു വ്യോമാതിർത്തി അല്പം മാറ്റിയിട്ടാണ് അമേരിക്കയിലേക്ക് പോയത്. അപ്പോ സ്വതന്ത്രമായി സഞ്ചരിക്കാൻ പോലും പറ്റാത്ത രൂപത്തിൽ നെതന്യാഹു എത്തി. പ്രിയമുള്ളവരെ, ഹമാസിന്റെ ഭാവി, ഇസ്രായേലിന്റെ ഭാവി, ഫലസ്തീന്റെ ഭാവി നമ്മൾ പഠിക്കണേ ചരിത്രം. ഇതാരെങ്കിലും എവിടെയെങ്കിലും പറയുന്നത് കേട്ടിട്ട് വിലയിരുത്തിയാൽ പോരാ. നിഷ്പക്ഷമായി സ്വതന്ത്രമായി ലോക ചരിത്രം പഠിക്കണം. ഏതെങ്കിലും പത്രത്തിൽ ആരെങ്കിലും പറഞ്ഞു അല്ല, സ്വതന്ത്രമായി ഓരോ സംഘടന, ഓരോ മൂവ്മെന്റ്സ് കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കണം. ഹമാസ് പറഞ്ഞത് എന്താ? ഞങ്ങൾ ഒന്നുകിൽ മരിക്കും അല്ലെങ്കിൽ സ്വാതന്ത്ര്യം നേടും. ഞങ്ങൾക്ക് മരിക്കാൻ ഒരു പേടിയുമില്ല. ഞാൻ ഓതി വെച്ച ആയത്തുണ്ട്, മരിക്കാൻ ആർക്കാണ് പേടി? ഇവർക്കാണ് പേടി. അത് അല്ലാഹു തന്നെ സൂറ ബക്കറയിലെ 96-ാമത്തെ ആയത്തിൽ പറഞ്ഞല്ലോ, വലതജിദന്നഹും അഹ്റസന്നാസ്, ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ ജീവിക്കാൻ കൊതിക്കുന്ന, ദുനിയാവിനോട് ആർത്തിയുള്ള ഒരു വിഭാഗമുണ്ടെങ്കിൽ അലാ ഹയാത്തിൻ വ മിനല്ലദീന അശ്റകൂ, ബഹുദൈവ ആരാധകരെക്കാൾ ജീവിക്കാൻ കൊതിക്കുന്ന ഒരു വിഭാഗമുണ്ടെങ്കിൽ അത് ഇവരാണ്, യഹൂദരാണ്. കൊതിയാണ് അവർക്ക്, മരിക്കാൻ പേടിയാണ്. അള്ളാഹ് വെല്ലുവിളിക്കുന്നുണ്ട്, മരിക്കാൻ കൊതിയുണ്ടെങ്കിൽ നിങ്ങൾക്കാണ് സ്വർഗമെന്ന നിങ്ങൾക്ക് അവകാശവാദമുണ്ടെങ്കിൽ മരിക്കാൻ കൊതിക്കൂ. യഹൂദരെപ്പോഴും പറയും ഞങ്ങൾക്കാണ് സ്വർഗം, ഞങ്ങൾ ദൈവത്തിന്റെ ആൾക്കാർ. അങ്ങനെയാണെങ്കിൽ മരിക്കാൻ കൊതിക്കൂ. പിന്നെ അള്ളാഹ് പറയുന്നു, യവദ്ദു അഹദുഹും ലാ യുഅമ്മറു അൽഫസന, 1000 കൊല്ലം അവർ ജീവിക്കാൻ ചാൻസ് കിട്ടിയാൽ ജീവിക്കാൻ കൊതിച്ചുകൊണ്ടിരിക്കുന്ന വിഭാഗമാണ്. ജീവിക്കാൻ കൊതിക്കുന്നവരും മരിക്കാൻ കൊതിക്കുന്നവരും ഏറ്റുമുട്ടിയാൽ ആരാ ജയിക്കുക? നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. അപ്പൊ ഫലസ്തീന്റെ ഭാവി കുറെ കുഞ്ഞുങ്ങളും സ്ത്രീകളും രക്തസാക്ഷികളായി. ശരിയാണ്, സ്വാതന്ത്ര്യം കിട്ടണമെങ്കിൽ പോരാടുക തന്നെ വേണം. ഒരു കുട്ടി ജനിക്കണമെങ്കിൽ ഉമ്മാക്ക് പ്രസവ വേദനയുണ്ട്. വേദന സഹിക്കാതെ ഒന്നും നേടാൻ കഴിയില്ല. നഷ്ടപ്പെടാതെ ഒന്നും നേടിയെടുക്കാൻ സാധ്യമല്ല. 70ഓളം പ്രഗത്ഭരായ സഹാബിമാർ ഉഹുദ് രണാങ്കണത്തിൽ രക്തസാക്ഷികളായിട്ടാണ് ഇസ്ലാം ജയിച്ചു വന്നത്. പ്രഗത്ഭരായ പ്രവാചകന്റെ ഹംസ റളിയല്ലാഹു അൻഹു ഉൾപ്പെടെ പ്രഗത്ഭരായ സഹാബിമാർ രക്തസാക്ഷികളായി. എന്നിട്ടാണ് വിജയമുണ്ടായത്. വിജയത്തിലേക്ക് വരുമ്പോൾ നഷ്ടങ്ങൾ കുറെ ഉണ്ടാകും. നഷ്ടത്തിന്റെ കണക്കെടുക്കാതെ വിജയത്തിലേക്ക് മുന്നേറുക, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതുകൊണ്ട് ഹമാസിന്റെ ഭാവി ഭാസുരമാണ്, ഫലസ്തീന്റെ ഭാവി ഭാസുരമാണ്. ഗസയെ ടൂറിസ്റ്റ് കേന്ദ്രമാക്കാനൊന്നും ഗസക്കാർ സമ്മതിക്കില്ല, നെഞ്ചോട് ചേർത്ത് പിടിക്കും. ഫലസ്തീനിനെ പൂർണ്ണമായിട്ട് അധീനപ്പെടുത്താൻ ഇസ്രായേലിനും കഴിയില്ല. വീരവാദങ്ങളൊക്കെ മുഴക്കിയേക്കാം, പക്ഷേ യാഥാർത്ഥ്യം മറ്റൊന്നാണ്. അതുകൊണ്ട് ചരിത്രബോധമുള്ളവരായി, ഫലസ്തീൻ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരായി നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം. വിശുദ്ധ റമളാനിൽ നമ്മുടെ പ്രാർത്ഥനകളിൽ ഈ ഫലസ്തീൻ തീർച്ചയായിട്ടും ഉണ്ടാകണം. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. വാഖിറു ദഅവതി അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹ്